വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്നറിയാവോ? നമ്മൾ സാധാരണ മലയാളികൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയും അല്ലാന്നുണ്ടെങ്കിൽ പുട്ടും കടലയൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ് എങ്കിൽ തമിഴ്നാട്ടിൽ സ്ഥിരം കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പൊങ്കൽ. നമ്മളിവിടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പൊങ്കൽ എങ്ങനെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണിത്. ഇത് ഒറിജിനൽ പൊങ്കൽ റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയാണ് സാധാരണ അമ്മ നമുക്കിവിടെ ഉണ്ടാക്കി തരാറ്. അപ്പോൾ അതിന് വേണ്ടി ചെറുപയർ പരിപ്പ് വേണം, നെയ്ച്ചോറ് അരി വേണം, പിന്നെ ഇഞ്ചി, കറിവേപ്പില, കുരുമുളക്, ജീരകം, അണ്ടിപ്പരിപ്പ്, നെയ്യ്, പിന്നെ കുറച്ച് നമ്മുടെ കായപ്പൊടിയും, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ട് ഒരു 5 സ്പൂണ് നെയ്യ് ഒഴിച്ചു. ഇത് ഫുൾ നമ്മൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളിതിനകത്ത് എണ്ണയോ ഓയിലോ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നെയ്യ് ചൂടായ ശേഷം നമ്മൾ ആദ്യം ഇഞ്ചി ഇടണം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും കുറച്ച് പച്ചമുളക് ഒരു 3-4 നമുക്ക് എടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. അതിനുശേഷം വളരെ കുറച്ച് മല്ലിയില, പുതിന നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും 1 സ്പൂണ് കായപ്പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി മുരിയിച്ചെടുത്ത ശേഷം നമ്മൾ 1 ഗ്ലാസ് ചെറുപയർ പരിപ്പ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി അതിൻ്റെ വെള്ളം വാർത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ ആദ്യ സമയത്ത് ഇടുമ്പോൾ. ആദ്യം ചെറുപയർ പരിപ്പ് 1 ഗ്ലാസ് ഇട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് അതിന്നൊരു മണം വരും. മണം വന്ന ശേഷം മാത്രമായിരിക്കണം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള 1 ഗ്ലാസ് തന്നെ കൈമ റൈസ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി അരി, നെയ്ച്ചോറ് അരി എന്നൊക്കെ ഇവിടെ പറയും, ജീരകശാല അരിയാണ്. അതും 1 ഗ്ലാസ് തന്നെയാണ്. കഴുകി അതിൻ്റെയും വെള്ളം വാർത്ത് വയ്ക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ ചെറുപയറിലോട്ട് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ഈ അരിയും ചെറുപയറും കൂടെ ഒന്ന് നെയ്യിൽ കിടന്ന് നന്നായി റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതായത് ചെറുപയറിന് 3 ഗ്ലാസ് വെള്ളവും അരിക്ക് 2 ഗ്ലാസ് വെള്ളവും, ഇതാണ് കണക്ക്. എന്നിട്ട് അപ്പോൾ നമ്മൾ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട ശേഷം ഒരു 3 വിസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കുഴയും. ഇനി കുറച്ചും കൂടെ വെള്ളം വേണം എന്നുള്ളവർക്ക് ഒരു പൊടിക്കും കൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് കുഴാന്ന് കഴിക്കണം എന്നുള്ളവർക്ക് ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഈ കരണ്ടി വെച്ചിട്ടൊന്ന് ഇതിനൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താളിച്ച് കൊട്ടുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഈ പൊങ്കലിനുള്ളൂ. പൊങ്കലിൻ്റെ പരിപാടിയൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്കും നമ്മൾ നെയ്യ് തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ആക്ച്വലി ഇത് ഫുൾ ഓഫ് നെയ്യാണ്, പക്ഷേ നല്ല സ്വാദാണ്. അപ്പോൾ നെയ്യ് ഇത്രയും നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അറിയുമല്ലോ എത്രമാത്രം ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഡിഷിന് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. ശരിക്കും ഈ വീഡിയോയിൽ കാണിച്ച ഇത്രയും അണ്ടിപ്പരിപ്പ് നിങ്ങൾ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ആക്ച്വലി അമ്മയ്ക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് പ്രാന്താണ്, അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഒത്തിരി അണ്ടിപ്പരിപ്പ് ഇടുന്നത്. ഇത്രയും അണ്ടിപ്പരിപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. പിന്നെ അതേ നെയ്യിലോട്ട് കുരുമുളക്, ജീരകം, കറിവേപ്പില, അതേപോലെ കുരുമുളകും നിങ്ങൾ ഇത്ര ഇടേണ്ട കാര്യമില്ല. കുരുമുളക് എനിക്ക് കുറച്ച് ക്രേസാണ്, അതുകൊണ്ടാണ് കൂടുതൽ കുരുമുളക് ഇടുന്നത്. ശരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന പോലെ കുക്ക് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ അണ്ടിപ്പരിപ്പും കുരുമുളകും വേണ്ടത് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ താളിച്ച് വെച്ച സാധനമൊക്കെ ഈ പൊങ്കലിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല കോക്കനട്ട് ചട്നിയും ഒപ്പം സാമ്പാറിൻ്റെയും കൂടെ നന്നായി ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഹെവൻ. സോ ഡോണ്ട് മിസ് ദിസ് റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.